കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ? 40 വയസ്സ് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത്. ചെവിക്കകത്ത് പൂവൊക്കെ വെച്ച് മക്കള് സെറ്റാക്കി കുട്ടുമക്കുട്ടു പാടി സന്തോഷമായിട്ട് എല്ലാം ചെയ്തില്ലേ. അപ്പോൾ ഉസ്താദന്മാർക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു. കുട്ടുമക്കുട്ടു വെറുതെ കയറി പാടാൻ പറ്റൂലല്ല. അപ്പൊ സോറത്താന, ലൈലത്താന, സാബിറത്താന എല്ലാരെയും വലിച്ചിട്ടിട്ട് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെ കുട്ടുമക്കുട്ടു സിപ്പടി തന്നെ കുട്ടുമ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2026 തീർച്ചയായിട്ടും ഈ ഒരു കാലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളുടെ ഒരു കാലമാണ്. ഇവിടെ ഉമ്മമാരെന്നോ പെങ്ങന്മാരെന്നോ അനുജന്മാരെന്നോ എഴുത്തിമാരോ ഒന്നുമില്ല. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഒന്ന് ട്രെൻഡിങ്ങിൽ വരണം, ഒന്ന് വൈറലാവണം. അതൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രെൻഡിങ് ആകാൻ വേണ്ടി മത്സരിക്കുന്നത് സ്വതവേ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ ചെറിയ പ്രായക്കാരും എല്ലാം ആയിരുന്നു. പക്ഷെ അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാർക്കാണ് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് കോലം കെട്ടലിനും അവർ തയ്യാറാണ് എന്നുള്ളതാണ്. അതിന് തലയിൽ പൂവ് വെക്കാനോ അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും ഒരു കുഴപ്പവുമില്ല. അതിന് വയസ്സൊന്നും ഒരു തടസ്സമാവുന്നേ ഇല്ല എന്നുള്ളതാണ്. ചെറിയ മക്കൾ അവർക്ക് ക്യാമറയുമായിട്ട് അവരുടെ പിന്നാലെ നടക്കുകയാണ്. അവർ പറയുന്നതനുസരിച്ച് അവർ പാടുന്നു, ആടുന്നു. അതിനവർക്ക് മതം ഒരു തടസ്സമല്ല, ജാതി ഒരു തടസ്സമല്ല, പ്രായം ഒരു തടസ്സമല്ല. പക്ഷേ അവർ ആഘോഷിക്കട്ടെ, അതിനൊന്നും നമ്മളും എതിരല്ല. തീർച്ചയായിട്ടും വയസ്സൊന്നും ഈ ആഘോഷങ്ങൾക്ക് ഒരിക്കലും ഒരു അതിർവരം ആവരുത് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് നമ്മുടെ മാന്യമായ തട്ടവും അതുപോലെ തന്നെ ഫർദയും എല്ലാം ഇട്ടുകൊണ്ട് ഒരു മതത്തിൻ്റെ ലേബിളിൽ വന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പെട്ടെന്ന് വൈറലാവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതിനെല്ലാം അവർ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗവും അങ്ങനെ തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയ 2 ഉമ്മമാരുടെ ഒരു പാട്ട് നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. ഇവിടുത്തെ ഒരു പാട്ട് പാടുവാണ് കുട്ടുമ്മ കുട്ടു. ഓക്കെ, കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു. അപ്പോൾ ഈ കുട്ടുമ്മ കുട്ടു എന്ന് പറയുന്ന ഈ പാട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ട്രെൻഡിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് 2 ഉമ്മമാർ ഈ പാട്ട് പാടിയത്. തീർച്ചയായിട്ടും ആ പാടിയ ഒരു വേഷവിധാനത്തിലും ആ കാട്ടിക്കൂട്ടിയ ഒരു കോപ്രായത്തിലുമാണ് നമുക്ക് അവരോട് ചെറിയൊരു വിയോജിപ്പുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിഹരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അങ്ങനെ ചെയ്യട്ടെ. നമുക്കതിലൊന്നും എതിരഭിപ്രായമില്ല. കാരണം നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ ഏത് വേഷത്തിലും അതുപോലെ തന്നെ ഏത് കോലത്തിലും വേണമെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്. അവർക്കും ജീവിക്കാം. പക്ഷേ ചെറിയ മതത്തിനെ പറയിപ്പിക്കുന്ന രീതിയിലേക്കാവുമ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങൾ പതിവാണ്. അത് തീർച്ചയായിട്ടും വരികയും ചെയ്യും. അത് അവർ സാഹചര്യം ചെയ്യുകയും വേണം. എന്നാൽ ഇത്തരത്തിൽപ്പെട്ട ഈ പ്രവൃത്തിക്കെതിരെ തീർച്ചയായിട്ടും നൗഷാദ് വാക്കവി ഉസ്താദ് അടക്കമുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം ഒരു മത പ്രഭാഷകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് മതം പ്രചരിപ്പിക്കലാണ്. അതുപോലെ തന്നെ നമുക്ക് അറിവ് പകർന്നു തരിക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ ആ ഭാഗം നമുക്കൊന്ന് കാണാം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ? 40 വയസ്സ് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത്. ചെവിക്കകത്ത് പൂവൊക്കെ വെച്ച് മക്കള് സെറ്റാക്കി 75, 70, 60 വയസ്സൊക്കെ ആവുമ്പോൾ ദിക്റും സലാത്തും ചൊല്ലി അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് വീട്ടിയിരിക്കാനുള്ളവരല്ലേ? ഈ ചെറിയ മക്കളാണ് അവരെ കുത്തിത്തിരിപ്പിച്ചിറക്കുന്നത്. പിന്നെ ഒരു തട്ടമുണ്ടെങ്കിൽ വൈറലാവാൻ എങ്ങും പോണ്ട. സിനിമാ തിയേറ്ററിൽ പോയാലും തട്ടം, പൂരപ്പറമ്പിൽ പോയാലും തട്ടം, ന്യൂ ഇയറിന് പോയാലും തട്ടം. ഇടാത്തവര് മനഃപൂർവ്വം ഇട്ട് ഒരു മൊബൈലിന്റെ മുമ്പ് വന്ന് നിന്നാൽ നല്ല കച്ചവടമാണിപ്പോ. അതുകൊണ്ട് കുറെ ഉമ്മമാരിറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ചില ആളുകൾ ഇത് കേൾക്കുമ്പോ പറയാം, അവരാഘോഷിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്ക് മാത്രം മതിയോ പ്രസംഗവും യൂട്യൂബും ചാനലും ഒക്കെ? അവരാഘോഷിക്കട്ടെ, അവർക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ലല്ലോ. അവര് പാവപ്പെട്ട ഉമ്മ.
അപ്പോൾ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഈ കാലത്തൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് ചെറുപ്പക്കാരായ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 50, 55, 60 വയസ്സുള്ള നമ്മുടെ ഉമ്മമാരാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് ഉസ്താദ് അടക്കം പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ പാട്ടായാലും അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഉമ്മായുടെ പ്രായമൊക്കെയുള്ള ആൾക്കാർ വരെ സോഷ്യൽ മീഡിയയിൽ വൈറലാൻ വേണ്ടിയിട്ട് ഇത്തരം ഓരോ കാര്യങ്ങൾ ചുവട്ടിൽ പൂവ് വെച്ചിട്ട് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അതെല്ലാം ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാവുമ്പോഴാണ് ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മം എന്ന് പറയുന്നത് നമ്മെ ദീനിയായ മാർഗത്തിലൂടെ നയിക്കുകയും അതുപോലെ തന്നെ നമുക്ക് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തന്നെ തിരുത്തുക എന്ന് പറയുന്നത് ഇത്തരം മതപണ്ഡിതന്മാരുടെ ഒരു ദൗത്യം തന്നെയാണ്, അവരുടെ ഒരു ധർമ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് അത് നിറവേറ്റുന്നത്. പക്ഷേ എനിക്ക് വളരെ സങ്കടം തോന്നിയത് നൗഷാദ് വാഖഫി ഉസ്താദ് ഈ പറഞ്ഞ ഈ വീഡിയോക്ക് താഴെ എല്ലാം ആൾക്കാർ പോയി മെസ്സേജ് അയക്കുന്നത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ആൾക്കാർ പറയുന്നത് ഉസ്താദിന് ഇത്തരം ആൾക്കാർ സന്തോഷിക്കുന്നത് കാണുമ്പോഴുള്ള എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉമ്മമാരല്ലേ, അവർ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മമാർ സന്തോഷിക്കണം, അതെല്ലാം അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള സന്തോഷമാണെങ്കിൽ കുറച്ചുകൂടി അതിനൊരു ഔചിത്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതൊന്നുമല്ല, മതപരമായ കണ്ണിൽ കൂടി അതിനെയൊന്നും കാണേണ്ടതില്ല, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിക്കൊള്ളട്ടെ എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ ഇതിനെതിരെയും മറ്റൊരു ഉമ്മ വളരെ മാന്യമായ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആ വിമർശനം ഒന്ന് കാണാം. അസ്സലാമലൈക്കും പറയാം. അത് കഴിഞ്ഞിട്ട് സുറത്താത്ത പറയുന്ന എന്താന്ന് മക്കള് കേട്ടിട്ട് മക്കളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുക. എന്താന്ന് വെച്ചാല് നമ്മള് കുട്ടുമക്കുട്ടു പാടി സന്തോഷമായിട്ട് എല്ലാം ചെയ്തില്ലേ. അപ്പോൾ ഉസ്താദന്മാർക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു, കുട്ടുമക്കുട്ടു വെറുതെ കയറി പാടാൻ പറ്റൂലല്ല. അപ്പൊ സോറത്താന, ലൈലത്താന, സാബിറത്താന എല്ലാരെയും വലിച്ചിട്ടിട്ട് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെ കുട്ടുമക്കുട്ടു സിപ്പടി തന്നെ കുട്ടുമക്കുട്ടു എന്നും പറഞ്ഞ് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെയാണ് അത് പാടിയത്. വെറുതെ കയറി ഉസ്താദന്മാർക്ക് പാടാൻ പറ്റില്ല. അപ്പൊ നമ്മളെയൊക്കെ വരച്ചിട്ടിട്ട് ഉസ്താദന്മാർക്കൊന്നും പാടാനായില്ലേ. സൂറത്താത്ത പറഞ്ഞത് ശരിയാണെന്ന് മക്കള് പറയുക കേട്ടാ. അതൊക്കെ ഉസ്താദന്മാരൊക്കെ ഏതായാലും ഇത് കാണുമല്ലോ. അപ്പൊ വെറുതെ കയറിയിട്ട് ഉസ്താദന്മാര് പറയുമ്പോ ആളുകൾ ഓർക്കൂല. പറഞ്ഞു തന്നെ ഉസ്താദന്മാര് കുട്ടുമ്പോ പാടി കളിക്കണേണെന്ന്. അപ്പൊ നമ്മളൊക്കെ പാടിയപ്പോ ഉസ്താദന്മാർക്ക് മനസ്സിലൊരാഗ്രഹം, കുട്ടുമ്പോ ഞമ്മക്കും ഒന്ന് പാടണമല്ലോ എന്ന് തോന്നി. അപ്പൊ അവരും സന്തോഷമായിട്ട് നമ്മളൊക്കെ കണ്ടല്ല, ഉസ്താദന്മാരെ മുഖത്തെ സന്തോഷം കണ്ടതല്ലേ കുട്ടുമക്കുട്ടു പാടിയത്. എന്താണ് നൗഷാദ് വാഖഫി ഉസ്താദും സന്തോഷമായി മനസ്സോട് ചിരിച്ചിട്ടാണ് ആ പാടിയത്. അതേപോലെ വേറെ 2 ഉസ്താദന്മാരും പാടുന്നത് ഞാൻ കേട്ടു കേട്ടാ. ശരി, അസ്സലാമലൈക്കും സുഹൃത്താത്ത. ഇനി വെക്ക. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. ഉമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഉസ്താദിന് ഈ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയാണ് ഉമ്മ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമ്മുടെ ഉമ്മമാരൊക്കെ ഈ പ്രായത്തിലൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മക്കൾക്ക് അദബ് പറഞ്ഞു കൊടുക്കുക, ഇൽമു പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ സലാത്തും സൂറത്തും ദിക്റും എല്ലാം ചൊല്ലി പഠിപ്പിക്കുക, ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു പ്രായത്തിൽ ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് ഈ കുട്ടുമ്പക്കുട്ടു പോലത്തെ പാട്ടുകളും റീൽസുകളും അതുപോലെ തന്നെ യൂട്യൂബിൽ വൈറലാവാനുള്ള സകല പ്രവർത്തനങ്ങളും അതിലൊക്കെ മുഴുകിയിരിക്കുകയാണ് നമ്മുടെ ഉമ്മമാരെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഇങ്ങനെയാണെന്ന്. ഒരിക്കലും ഞാനും പറയുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല മുത്തുമണികളെ പോലത്തെ നല്ല ഉമ്മമാരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാം മാതൃകയാക്കാവുന്നതാണ്. അത്തരത്തിൽപ്പെട്ട ഒരു ഉമ്മയെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സ്വന്തം മകനെ 2 മാസം മുമ്പ് മരിച്ച മകൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് തട്ടുകട നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ പാവപ്പെട്ട രോഗികൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു ഉമ്മ. തീർച്ചയായിട്ടും അത് കണ്ടാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അതുകൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 10 വയസ്സിലാണ് ഉമ്മയുടെ മകൻ മരിക്കുന്നത്. അതിനുശേഷം ക്യാൻസർ രോഗികളെയും അനാഥരെയും ഒക്കെ സഹായിക്കണം എന്നുള്ള അവൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവൻ ഇരിക്കുന്നിടത്തോളം ഈ തട്ടുകട അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ നടത്തുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. 2 വർഷം മുമ്പ് ഒരു ബൈക്ക് അപകടത്തിലാണ് ഉമ്മയുടെ മകൻ മരണപ്പെടുന്നത്. അവനെ അടക്കിയ മണക്കാട് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ തട്ടുകട തുടങ്ങി.
വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെ ദോശയും ചമ്മന്തിയും രസവടയും ഒക്കെ ആയിട്ട് ഉമ്മ ഇവിടെ ഉണ്ട്. മോൻ്റെ വേർപാടിനെ പറ്റി പറയുമ്പോൾ ഉമ്മയുടെ കണ്ണ് നിറയും. കണ്ടു നിൽക്കണം, നമുക്കും അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളും ആ പുണ്യപ്രവൃത്തിയുടെ ഭാഗമാവുകയാണ്. ഗൂഗിൾ പേ വഴി വരുന്ന ഒരൊറ്റ പൈസ പോലും ഉമ്മ എടുക്കാറില്ല. അത് അർഹതപ്പെട്ട രോഗികൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫാത്തിമ എന്നാണ് ഉമ്മയുടെ പേര്. കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റായിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും എത്ര നല്ല ഒരു ഉമ്മയാണ്. ആ ഉമ്മ രാവും പകലും ഇല്ലാതെ വൈകുന്നേരം വന്നിട്ട് രാത്രി വരെ കച്ചവടം ചെയ്യുകയാണ്. എന്തിന്? കാറ് വാങ്ങാനോ വീട് വാങ്ങാനോ ഉമ്മക്ക് സൂഹിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. പാവപ്പെട്ട ഓരോ സഹോദരങ്ങൾക്ക് ആ സഹായം എത്തിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ മകൻ്റെ അഭിലാഷം നിറവേറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഉമ്മ. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഉമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.